ഹായ്, ഞാൻ ഡോക്ടർ സൂരജ്. ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് ഡോക്ടർ അഞ്ജന, എൻ്റെ വൈഫാണ്. ഞങ്ങളൊരു പുതിയൊരു ഇനീഷ്യേറ്റീവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ പോഡ്കാസ്റ്റ് സീരീസ്, നമ്മുടെ ഗൈനക്ക് ടോപ്പിക്കിൽ ഒരു പോഡ്കാസ്റ്റ് സീരീസ് തുടങ്ങാനുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അഞ്ജന, എന്താണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്ക്? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉള്ളതും എന്നാൽ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഡിസ്കസ് ചെയ്യാത്തതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രഗ്നൻസി സമയത്തുള്ള യൂട്രസിൻ്റെ ബലക്ഷയം അഥവാ സെർവൈക്കൽ ഇൻസഫിഷ്യൻസി. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. സെർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന ഗർഭപാത്രത്തിൻ്റെ ബലക്കുറവാണ്. അത് 12 ആഴ്ചയിൽ ഗർഭപാത്രത്തിനുണ്ടാകുന്ന ബലക്കുറവിനാണ് സെർവൈക്കൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പലതരത്തിൽ കണ്ടുപിടിക്കാം. സർവൈക്കൽ ലെങ്ത് നമ്മൾ നോക്കും. 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ സർവൈക്കൽ ലെങ്ത് നോക്കും. സർവൈക്കൽ ലെങ്ത് 2 സെൻറ്റിമീറ്റർ താഴെയാണെങ്കിൽ സർവിക്സ് ഓപ്പണായി പോയി പ്രസവം നേരത്തെ ആകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ട്വിൻ പ്രഗ്നൻസിയിൽ നമുക്ക് സർവിക്സ് ഓപ്പൺ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനൊരു ഹിസ്റ്ററി ഉള്ളവർ, അതായത് ഡെലിവറി നേരത്തെ ഡേറ്റ് തികയാതെയുള്ള പ്രസവം, 5-ാം മാസമുള്ള അബോർഷൻ, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ സർവിക്സിൻ്റെ ബലക്കുറവാണ് അത് ഓപ്പണായി വരാനുള്ള കാരണം. റെക്കറൻറ്റ് അബോർഷൻസിൻ്റെ ഒരു റീസൺ സർവൈക്കൽ ഇൻസഫിഷ്യൻസിയാണ്. ഈ സർവൈക്കൽ ഇൻസഫിഷ്യൻസി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? സർവൈക്കൽ ഇൻസഫിഷ്യൻസി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ 3-ാം മാസത്തിൽ ഗർഭപാത്രത്തിൻ്റെ ലെങ്ത്, സർവിക്സിൻ്റെ ലെങ്ത് 2 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നമുക്കൊരു സ്റ്റിച്ച് ഇടാൻ പറ്റും. അതിനാണ് നമ്മൾ സർവൈക്കൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. സർവൈക്കൽ സർക്ലേജ് അല്ലെങ്കിൽ സർവൈക്കൽ സ്റ്റിച്ച് എന്ന് പറയും. ഇത് നമ്മൾ ഒരു അനസ്തീഷ്യ കൊടുത്തിട്ട്, സ്പൈനൽ അനസ്തീഷ്യ, അതായത് തിയേറ്ററിൽ കയറ്റിയിട്ട് സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഇടുന്ന സ്റ്റിച്ചാണ് സർവൈക്കൽ സ്റ്റിച്ച്. അപ്പോൾ സർവൈക്കൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനോട് നമ്മൾ സാധാരണ രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറയും. ഫുട്ട് ആൻഡ് എലിവേഷൻ പറയും, അതായത് കാൽഭാഗം പൊക്കി വെച്ച് കിടക്കാൻ പറയും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊജസ്ട്രോൺ പോലെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ കൊടുക്കും. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സപ്പോസിറ്ററി പോലത്തെ മെഡിസിൻസ് കൊടുക്കും. അതിനിടെ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രഗ്നൻസി സമയത്ത് ഇവർ ഭക്ഷണകാര്യങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഇവർ കോൺസ്റ്റിപ്പേഷൻ വരാതെ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ഇവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പ്രഷർ കൂടുമ്പോൾ സർവിക്സ് ഓപ്പൺ ആകാനുള്ള, അതായത് ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗം ഓപ്പൺ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരോട് എപ്പോഴും പറയുന്നത് ഹൈ ഫൈബർ ഡയറ്റ് എടുക്കാൻ പറയും. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട്, പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഒരു 3 liters പെർ ഡേ തന്നെ വെള്ളം കുടിക്കാൻ പറയും. പിന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കാൻ പറയും. സാധാരണ നമ്മൾ പേഷ്യൻ്റോട് പറയുന്ന പോലെ അധികമുള്ള എക്സസൈസുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഇവരോട് പറയാറുണ്ട്. പിന്നെ ഈ സ്റ്റിച്ച് നമ്മൾ എടുക്കുന്നത് 37 ആഴ്ച ആകുമ്പോഴാണ് സ്റ്റിച്ച് എടുക്കുന്നത്. 37 ആഴ്ച ആകുമ്പോഴേക്കും കുട്ടിയുടെ വെയിറ്റ് ഏകദേശം ഒരു 2.5 മുകളിൽ തൂക്കം കാണും. അപ്പോൾ 2.5 മുകളിൽ തൂക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ 30 എത്തിയ കുട്ടിയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് എടുക്കാനും പറ്റും. പലർക്കുള്ള കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെർവൈക്കൽ സ്റ്റിച്ച് ഇട്ടാൽ എല്ലാവർക്കും സിസേറിയൻ വേണ്ടി വരുമോ എന്നുള്ളൊരു കൺസേൺ എല്ലാവർക്കും കാണാറുണ്ട്. അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. എല്ലാ ആൾക്കാർക്കും സിസേറിയൻ്റെ ആവശ്യം വരാറില്ല. നമ്മൾ ഇത് സ്റ്റിച്ച് അഴിക്കുമ്പോൾ തന്നെ പലരുടെയും ഗർഭപാത്രം ഓപ്പൺ ആകും. ശരിക്കും ഒരു ഇൻസഫിഷ്യൻസി ആണെങ്കിൽ പലപ്പോഴും ഗർഭപാത്രം ഓപ്പൺ ആകുകയും ചെയ്യും. സാധാരണ ഡെലിവറിക്ക് പോകാനുള്ള സാധ്യത കൂടുതലുമുണ്ട്. പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ, ഇപ്പോൾ കുട്ടിയുടെ പൊസിഷൻ തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, ബ്രീച്ച് പൊസിഷനാണ് കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലസൻ്റയുടെ പൊസിഷൻ താഴെയാണെങ്കിൽ, അങ്ങനെയുള്ള ഇൻഡിക്കേഷനിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാവുന്നതാണ്. ശരി.